പീഡന കേസിൽ ഒളിവിൽ പോയ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ഉടൻ ജർമ്മനിയിലേക്ക് തിരിക്കും. യാത്രയ്ക്ക് സർക്കാർ അനുമതിയും നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രജ്വൽ മടങ്ങി വന്നേക്കുമെന്ന നിഗമനത്തിൽ ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അന്വേഷണ സംഘം ജർമ്മനിയിലേക്ക് പോകുന്നു. എന്താണ് അവരുടെ നീക്കം? കൃഷിയിലെ തീർച്ചയായും ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ഈ ഉന്നതതല പോലീസ് സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിലാണ് അന്വേഷണ സംഘം ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. അതായത് പ്രജ്വലിനെ പിടികൂടുന്നതിന് വേണ്ടി ജർമ്മനിയിലേക്ക് അന്വേഷണ സംഘം പോകാമെന്നും അത് ഇന്റർപോളിന്റെ സഹായത്തോടെ അത്തരത്തിലൊരു അന്വേഷണം നടത്താം എന്ന രീതിയിലാണ് ഈ പ്രത്യേക സംഘം ആവശ്യം ഉന്നയിച്ചത്. അതിൽ ഈ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതായത് കർണാടക സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ അല്പം നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. കാരണം ഇതിൽ കേന്ദ്ര അനുമതി കൂടി ലഭിക്കാനുണ്ട് എന്നതാണ് ഈ അന്വേഷണ സംഘം തന്നെ പറയുന്നത്. ഈ കേന്ദ്ര അനുമതി ലഭിച്ചാൽ മാത്രമേ ഇന്റർപോളിന്റെ സഹായത്തോടെ ജർമ്മനിയിലെത്തി ഇത്തരമൊരു അന്വേഷണം പ്രജ്വലിനായി ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു പക്ഷേ പ്രജ്വൽ ഈ വോട്ടെടുപ്പിന് ശേഷം തിരിച്ചു വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രജ്വൽ ഹാജരാകും, ഉടൻ തന്നെ കീഴടങ്ങുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. JDS നേതൃത്വം തന്നെ അത് അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് പ്രജ്വൽ കീഴടങ്ങി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. അത് അവസാന മണിക്കൂറുകളിൽ വലിയ ചർച്ചയായി മാറും. അതുകൊണ്ട് അത്തരമൊരു നീക്കം വേണ്ട എന്ന് BJP നേതൃത്വം അത്തരം സമ്മർദ്ദം ചെലുത്തിയ പ്രകാരമാണ് ഹാജരാകുന്നത് ഇപ്പോഴും വൈകുന്നത്. ഒരുപക്ഷെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറെ വൈകാതെ പ്രജ്വൽ കീഴടങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ബംഗളൂരു അതോടൊപ്പം തന്നെ ഗോവ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പിൽ, അതായത് കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന ബൂത്തുകളിൽ ഉൾപ്പെടെ ചില വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ അവർ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രജ്വൽ രേവണ്ണയുടെ അതോടൊപ്പം തന്നെ HD രേവണ്ണ ഉൾപ്പെട്ട ഈ ലൈംഗിക അതിക്രമ കേസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഗ്രൗണ്ട് ലെവലിൽ അടിത്തട്ടിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ BJP JDS സഖ്യത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് എങ്ങനെയായാൽ ശരി, എന്തായാലും ഈ പ്രജ്വൽ രേവണ്ണ വിഷയം ഏത് രീതിയിലാണ് അവിടെ പ്രതിഫലിക്കുന്നത് അങ്ങോട്ട് പോവാ, ജർമ്മനിയിൽ പോയി കൂട്ടിക്കൊണ്ടുവരാനാണ്.